ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റ്സ്ഫിയർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റൊമാൻറ്റിസിസമാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഹിസ്റ്ററിയിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ലിറ്റററി മൂവ്മെൻ്റ് ആണ് റൊമാൻറ്റിസിസം. ആദ്യം ഡെഫിനിഷൻ എന്താ നോക്കാം. റൊമാൻറ്റിസിസം ഈസ് എ ലിറ്റററി മൂവ്മെൻറ്റ് ദാറ്റ് വാല്യൂസ് ഇമോഷൻ, ഇമാജിനേഷൻ ആൻഡ് നേച്ചർ ഓവർ റീസൺ ആൻഡ് റൂൾസ്. നിയോ ക്ലാസിസം പോലെ ലോജിക് ബേസ്ഡ് റൂൾസിനെയോ അല്ലെങ്കിൽ റീസണെയോ ഫോളോ ചെയ്യാതെ അതിന് പകരം ഇമോഷൻസ്, ഇമാജിനേഷൻ, നേച്ചർ എന്നിവയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ പ്രത്യേകത. ഇൻ ഷോർട്ട്, റൊമാൻറ്റിസിസം മീൻസ് ഫീലിംഗ് ഓവർ ലോജിക്, നേച്ചർ ഓവർ റൂൾസ്. റൊമാൻറ്റിസിസം ഒഫീഷ്യലി തുടങ്ങിയത് 1798 വേർഡ്സ്വർത്തും കോൾട്രിഡ്ജും പബ്ലിഷ് ചെയ്ത ലിറിക്കൽ ബലാഡ്സ് വഴിയാണ്. ഇത് നിയോ ക്ലാസിസത്തിനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും എതിരെയുള്ള ഒരു റിയാക്ഷനായിരുന്നു. റൊമാൻറ്റിസിസം സ്ട്രെസ് ചെയ്തത് സബ്ജക്റ്റിവിറ്റിയെയും പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ്സിനെയും ആയിരുന്നു. എന്താണ് സബ്ജക്റ്റിവിറ്റി? സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളെയാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയാം. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിയുള്ളതിനെയാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയാം. സോ റൊമാൻറ്റിക് റൈറ്റേഴ്സ് മനുഷ്യൻ്റെ വികാരങ്ങളെയും പേഴ്സണൽ എക്സ്പീരിയൻസസിനെയായിരുന്നു എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റൊമാൻറ്റിസിസത്തിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലോജിക്കിനേക്കാൾ ഇമോഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ് തന്നെ അവരുടെ എഴുത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. സെക്കൻഡ്, നേച്ചറിൻ്റെ സെലിബ്രേഷനാണ്. നേച്ചറിനൊരു ഇൻസ്പിറേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് പോലെയൊക്കെയാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് കാണുന്നത്. അടുത്തത് ഇൻഡിവിജ്വാലിസം ആൻഡ് പേഴ്സണൽ ഫ്രീഡം ആണ്. ഓരോ വ്യക്തിയും യുണീക്കാണ് എന്നാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെ വിശ്വാസം. റൊമാൻറ്റിസിസം സ്ട്രിക്റ്റ് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സൊസൈറ്റി, ട്രഡീഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നിവയ്ക്കെതിരെയുള്ള റെബലിയൻ, ഒരു എതിർപ്പ് നമുക്ക് റൊമാൻറ്റിക് വർക്ക്സിലെല്ലാം കാണാനായിട്ട് പറ്റും. കൂടെ തന്നെ സൂപ്പർ നാച്ചുറൽ ആൻഡ് മിസ്റ്റീരിയസ് എലമെൻറ്റ്സ്, സ്വപ്നങ്ങൾ, രഹസ്യങ്ങൾ, അത്ഭുത സംഭവങ്ങൾ, ഇങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ ആൻഡ് മിസ്റ്റീരിയസ് എലമെൻറ്റ്സ് നമുക്ക് റൊമാൻറ്റിക് വർക്ക്സിൽ കാണാനായിട്ട് പറ്റും. ഇത്രയൊക്കെയാണ് റൊമാൻറ്റിസിസത്തിൻ്റെ കീ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൊമാൻറ്റിക് പോയട്രിയിൽ റിപ്പീറ്റഡായി വരുന്ന തീംസാണ് നേച്ചർ ആൻഡ് സബ്ലൈം, ലവ് ആൻഡ് ബ്യൂട്ടി, ഡെത്ത് ആൻഡ് മൊറാലിറ്റി, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഫ്രീഡം ആൻഡ് റെവല്യൂഷൻ ആൻഡ് എക്സോട്ടിക് ഗോത്തിക് എലമെൻറ്റ്സ്. ഈ തീംസ് എല്ലാം ഡീപ്പ് ഇമോഷൻസും ഇമാജിനേഷനും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. റൊമാൻറ്റിക് പീരീഡിൽ ഏത് വർക്ക്സ് എടുത്ത് നോക്കിയാലും നമുക്ക് ഈ കാണുന്ന തീംസ് എല്ലാം അതിൽ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ്, മേജർ റൊമാൻറ്റിക് പോയിറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. റൊമാൻറ്റിക് പീരീഡിലെ പോയിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സ് എന്നും ലേറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സ് എന്നും. ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സ് ബിലോങ്സ് ടു ദ പീരീഡ് ഫ്രം 1780s to 1800. റൊമാൻറ്റിക് പീരീഡിൽ 1780 മുതൽ 1800 വരെയുള്ള പോയിറ്റ്സാണ് ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സ്. വില്യം ബ്ലേക്ക്, വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ് ഇവരെല്ലാം ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. സോ ലേറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് പറയുന്നത് ബിലോങ് ടു ദ പീരീഡ് ഫ്രം 1810s to 1830. എൻഡ് ഓഫ് ദ റൊമാൻറ്റിക് പീരീഡിൽ വരുന്ന പോയിറ്റ്സാണ് ലേറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സ്. ജോൺ കീറ്റ്സ്, പി ഷെല്ലി, ലോർഡ് ബൈറൺ ഇവരെല്ലാം ലേറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സ് ആണ്. റൈറ്റേഴ്സിൻ്റെ കൂടെ അവരുടെ മേജർ വർക്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇമ്പാക്റ്റ് ഓഫ് റൊമാൻറ്റിസിസം ആണ്. റൊമാൻറ്റിസിസം എന്ത് ഇമ്പാക്റ്റാണ് ഹിസ്റ്ററിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. റൊമാൻറ്റിസിസം ലിറ്ററേച്ചറിൽ മാത്രമല്ല മ്യൂസിക്, പെയിൻറ്റിങ്, വിഷ്വൽ ആർട്സ് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലെയ്ഡ് ഗ്രൗണ്ട് ഫോർ വിക്ടോറിയൻ ലിറ്ററേച്ചർ. വിക്ടോറിയൻ ലിറ്ററേച്ചറിനൊരു ബേസ് ലേ ചെയ്യാനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സെൽഫ് എക്സ്പ്രഷനിസവും ക്രിയേറ്റിവിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാനും റൊമാൻറ്റിസിസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഇമോഷണൽ ലിറ്ററേച്ചറിൻ്റെ റൂട്ട്സ് എല്ലാം റൊമാൻറ്റിസിസത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് റൊമാൻറ്റിസിസത്തെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറയാനുള്ളത്. ഐ ഹോപ്പ് ദിസ് എക്സ്പ്ലനേഷൻ വാസ് ക്ലിയർ. പ്ലീസ് കമൻറ്റ് ബിലോ യുവർ ഫീഡ്ബാക്ക്.